കേരളത്തിന് അടുത്ത 15 വർഷം കഴിഞ്ഞ് ശരിക്കും ആവശ്യമുള്ളൊരു പദ്ധതിക്ക് വേണ്ടി ഗവൺമെൻറ് ഇപ്പോൾ ഇറങ്ങി പുറപ്പെട്ടാൽ അതിൽ ഏതെങ്കിലും ഒരു സാധാരണക്കാർക്ക് കുറച്ച് പേർക്കെങ്കിലും അസൗകര്യമുണ്ടായാൽ അവരെ പിന്തുണച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളും പ്രതിപക്ഷവും ജനസമൂഹം മുഴുവനും മാധ്യമങ്ങൾ മുഴുവൻ രംഗത്തിറങ്ങുകയും ആ പ്രോജക്റ്റ് തന്നെ പിന്നെ ഷെൽഫ് ചെയ്ത് വെക്കുകയും ചെയ്യുക അല്ലേ സംഭവിക്കാൻ പോകുന്നത്. പക്ഷെ അത് നമ്മുടെ ജനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സമൂഹത്തിന്റെ ബെറ്റർമെന്റിനുള്ള ഒരു പ്ലാൻ ആണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ അറിവ് നമ്മൾ ക്രൗഡിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി അല്ല, അത് ഞാൻ പറഞ്ഞത് അത് തീർച്ചയായിട്ടും ആ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. പക്ഷേ എന്നാൽ പോലും എനിക്ക് തോന്നുന്നില്ല അത്ര ഈസിയാണെന്ന്. കേരള സമൂഹം എല്ലാം അറിയുന്ന ആളുകളാണെന്നാണ് വിശ്വസിക്കുന്നത്. മനസ്സിലായില്ലേ? ലോകത്തെ ഏത് ടെക്നോളജിയെക്കുറിച്ചും എനിക്കറിയാം, താനൊന്നും പറയണ്ട എന്ന് വിചാരിക്കുന്ന ഒരു ജനസമൂഹമാണ് നമ്മുടേത്, അല്ലേ? അതെ അതെ. നമുക്ക് അവരോടൊരു കാര്യം പറഞ്ഞു പഠിപ്പിക്കാൻ പറ്റുമോ? സത്യമാണ്. ഞങ്ങൾക്കെല്ലാം അറിയാം എന്ന് വിശ്വസിക്കുന്ന ഒരു ജനസമൂഹമാണ്. അതുകൊണ്ട് തന്നെ എന്നാൽ ഈ വികസനം ഉണ്ടായ നാടുകൾ നോക്കൂ, അല്ലെങ്കിൽ പെട്ടെന്ന് മാറിയ നാടുകളൊക്കെ നോക്കൂ, അവിടെ ഭരണാധികാരികൾ ശക്തരും ജനം അതിനെ ഒബേ ചെയ്യുകയോ ഫോളോ ചെയ്യുന്ന സംവിധാനങ്ങൾ. ഇപ്പോൾ നമ്മൾ ദുബായിയുടെ മാതൃക, ഖത്തറിന്റെ മാതൃക ഒക്കെ കൊട്ടിഘോഷിക്കും. ദുബായിൽ അവിടെ ജനത്തിന് ശബ്ദമുണ്ടോ? അവിടുത്തെ ഭരണാധികാരി അങ്ങ് തീരുമാനിക്കുന്നു, പിറ്റേ ദിവസം നടക്കുന്നു, കണ്ടു നിൽക്കുകയല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ ചില നാടുകളുടെ ഉദാഹരണം വെച്ചിട്ട് ഇവിടെ കൈയടിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതുപോലെ ഇവിടെ ആകാൻ പറ്റുമോ?